വാസുവേട്ടൻ പഠനകേന്ദ്രം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സെമിനാറിന്റെ അധ്യക്ഷത വഹിക്കുന്ന സഖാവ് ബൈജു, ഇന്നത്തെ ഈ സെമിനാറിലെ പ്രധാന പ്രഭാഷകൻ കൂടിയായിട്ടുള്ള എന്റെ സുഹൃത്ത് സഖാവ് പ്രേംനാഥ്, എനിക്കേറെ സ്നേഹാദരങ്ങളും ബഹുമാനങ്ങളുമുള്ള സഖാവ് VKC മുഹമ്മദ് കോയ, സഖാവ് രാജൻ, മറ്റു വേദിയിലെ പഠനകേന്ദ്രത്തിന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വെളിപ്പാടകലെയാണ് എത്തി നിൽക്കുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രൂപം കൊള്ളുന്ന മുന്നണികളെക്കുറിച്ചുള്ള സജീവമായ ചർച്ചയാണ് എങ്ങും എവിടെയും. കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് ആഗ്രഹിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോദയിൽ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരെ താൻ ഭരിച്ചിരുന്ന, ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗുജറാത്തിൽ വംശഹത്യക്കിരയാക്കി രാജ്യത്തും രാജ്യത്തിന് പുറത്തും കുപ്രസിദ്ധി നേടിയ നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് BJP തെരഞ്ഞെടുപ്പ് ജയിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ സ്വാധീനവും വേരോട്ടവുമുള്ള 11ഓളം പ്രാദേശിക പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ ഈ രണ്ട് സഖ്യങ്ങൾക്കുമെതിരായി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. സമീപകാലത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് സർവേയിൽ പറയുന്നത്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 224 സീറ്റ് BJP നേതൃത്വം നൽകുന്ന NDAക്ക് കിട്ടും എന്നും 101 സീറ്റ് കോൺഗ്രസ് നേടുമെന്നും ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള 11 പ്രാദേശിക പാർട്ടികളുടെ കോൺഫെഡറേഷൻ 190-ലധികം സീറ്റുകൾ കരസ്ഥമാക്കുമെന്നും വിലയിരുത്തിയിട്ടുണ്ട്. BJPക്കും കോൺഗ്രസിനും എതിരായ ശക്തമായ വികാരം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, വരാൻ പോകുന്ന പ്രധാനമന്ത്രി BJPക്കാരനോ കോൺഗ്രസുകാരനോ ആവില്ല. 190-ലധികം സീറ്റുകൾ വാങ്ങും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന 11 പ്രാദേശിക പാർട്ടികളുടെ കോൺഫെഡറേഷന്റെ ഒരു പ്രതിനിധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. BJPയെ മാറ്റി നിർത്തലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെങ്കിൽ ആ പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകുകയല്ലാതെ കോൺഗ്രസിന്റെ മുമ്പിൽ മറ്റു മാർഗങ്ങൾ തെളിഞ്ഞുവരാൻ ഒരു സാധ്യതയും ഇല്ല. നമുക്കറിയാം, ഒന്നാം UPA ഗവൺമെന്റ് എങ്ങനെയാണ് രൂപവൽക്കരിക്കപ്പെട്ടത് എന്ന്. കോൺഗ്രസിന് പോലും ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാകാതിരുന്ന ഒരു സമയത്ത് 65ഓളം ഇടതുപക്ഷ എംപിമാരുടെ പിന്തുണ
നിരുപാധികം ബിജെപിക്ക് വിരുദ്ധമായ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിന് നൽകാൻ തങ്ങൾ ഒരുക്കമാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ഇന്ത്യയുടെ പ്രസിഡന്റിനെ പോയി കണ്ട് രാജ്യത്തുള്ള ഇടതുപക്ഷ കക്ഷികളുടെ നേതാക്കൾ അവരുടെ ഔദ്യോഗികമായ തീരുമാനം അറിയിച്ചതോടുകൂടിയാണ് കോൺഗ്രസിനൊരു സർക്കാർ ഉണ്ടാക്കാനുള്ള ആത്മധൈര്യവും വിശ്വാസവും ഉണ്ടായത്. ബിജെപിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാരിന് കോൺഗ്രസിനോട് നേതൃത്വം നൽകാൻ ഇടതു പാർട്ടികൾ പറഞ്ഞപ്പോൾ തങ്ങൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണ്ടെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. ശ്രീമതി സോണിയാഗാന്ധിയും ശ്രീമാൻ എ.കെ. ആന്റണിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പല ഘട്ടങ്ങളിലും സിപിഐഎം ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളോട് അഭ്യർത്ഥിച്ചത് മന്ത്രിസഭയിൽ ചേരണം എന്നാണ്. ഒരു കാലിച്ചായ പോലും പ്രതിഫലം പറ്റാതെ 65 എംപിമാരുടെ പിന്തുണ കോൺഗ്രസിന് പതിച്ചു നൽകിയത് ഫാഷിസ്റ്റ് വിരുദ്ധമായ വർഗീയ വിരുദ്ധമായ ഒരു നിലപാട് ഇടതുപക്ഷ പാർട്ടികൾ വിശിഷ്യ സിപിഐഎം സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു. ഒന്നാം യുപിഎ ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ ഏറെയൊന്നും ജനദ്രോഹപരമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം പെട്രോളിയം കമ്പനികൾക്ക് നൽകുവാനുള്ള നിർദ്ദേശം ഒന്നാം യുപിഎ സർക്കാരിന്റെ കാലത്ത് തന്നെ മന്ത്രിസഭയുടെ മുന്നിൽ വന്നിട്ടുള്ളതായിരുന്നു. ഇടതു പാർട്ടികൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയതോടെ കോൺഗ്രസ് അവരുടെ ഉള്ളിലിരുന്ന ആഗ്രഹം പുറത്തെടുക്കാൻ മെനക്കെടാതെ പിന്തിരിയുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ കിട്ടിയ പൈസക്ക് വിറ്റഴിക്കുവാനുള്ള സമീപനവും നയവും കോൺഗ്രസ് അവരുടെ പാർട്ടി കോറങ്ങളിൽ വളരെ ശക്തമായി ഉന്നയിക്കുകയും ആ തീരുമാനം സർക്കാരിനെ കൊണ്ട് നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ നോ എന്ന വാക്ക് ശക്തമായി പറഞ്ഞുകൊണ്ട് അതിനോടുള്ള എതിർപ്പ് ഇടതു പാർട്ടികൾ പ്രകടിപ്പിച്ചു. ആ തീരുമാനത്തിൽ നിന്നും ഗവൺമെന്റിന് അങ്ങനെ പിന്തിരിയേണ്ടതായി വന്നു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ആശയം ഒന്നാം യുപിഎ സർക്കാർ നമ്മളുടെ രാജ്യത്ത് നടപ്പിലാക്കിയതായിരുന്നു. കോൺഗ്രസ് പറയുന്നത് അവരുടെ സംഭാവനയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. അവരുടെ സംഭാവനയായിരുന്നു ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെങ്കിൽ നമുക്ക് ചോദിക്കുവാനുള്ള ഒരേ ഒരു ചോദ്യം, കോൺഗ്രസിന് രാജ്യത്ത് യൂണിയന്റെ ഭൂരിപക്ഷം കിട്ടിയ കാലത്ത് പോലും എന്ത് ഇതിന് സമാനമായ ഒരു ജനോപകാരപ്രദമായ പദ്ധതിക്ക് രൂപം നൽകാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തലയിൽ ഉദിച്ച ആശയമായിരുന്നു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത്. ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യർക്ക് തൊഴിൽ കൊടുക്കുവാൻ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കപ്പെട്ടത്. രണ്ടാം യുപിഎ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും വെള്ളം ചേർക്കുന്ന സ്ഥിതി രാജ്യത്തുണ്ടായി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം പെട്രോളിയം കമ്പനികൾക്ക് നൽകിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം യുപിഎ ഗവൺമെന്റ് തീരുമാനമെടുത്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ് എന്ന പേര് പറഞ്ഞുകൊണ്ട് കിട്ടിയ വിലക്ക് അതൊക്കെ ഉരുക്കിത്തൂക്കി വിൽക്കുവാനുള്ള നീക്കങ്ങൾ നമ്മളുടെ നാട്ടിൽ ശക്തമായി. ഒന്നും രണ്ടും യുപിഎ സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ഉള്ളത്. ഒന്നാം യുപിഎ സർക്കാരിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. ഒന്നാം
ഒന്നാം UPA സർക്കാർ മുന്നോട്ട് ചലിച്ചിരുന്നത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനത്തിന്റെ കൂടി ഫലമായിട്ടായിരുന്നു. കോൺഗ്രസിന്റെ മൂക്കുകയർ ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷ പാർട്ടികളുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കടിഞ്ഞാൻ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായപ്പോൾ നമ്മുടെ നാട്ടിൽ രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും സൂക്ഷ്മമായ വിശകലനം നടത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഇടതുപക്ഷ പാർട്ടികൾ മറ്റു വലതുപക്ഷ പാർട്ടികളെപ്പോലെ കോൺഗ്രസിനെ പോലെ കേവല ഭരണം നിർവഹിക്കുക എന്നുള്ളതല്ല അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ നടത്തിയത്. എന്താണ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും വിശിഷ്യ CPIയും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം? കോൺഗ്രസ് BJPയുടെ B ടീമായി ഇക്കാലം എത്രയും പ്രവർത്തിച്ചു എന്നുള്ള വികാരം ജനങ്ങളിൽ ഉള്ളതുകൊണ്ടായിരുന്നു മൃദുല ഹിന്ദുത്വത്തെ നിരാകരിച്ചുകൊണ്ട് തീവ്ര ഹിന്ദുത്വത്തെ പൊയ്യാൻ കോൺഗ്രസിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ മുന്നോട്ട് വന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ അമരക്കാരനുമായിരുന്ന കാലത്ത് വെള്ളം ചേർക്കാത്ത മതേതരത്വത്തെയാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിരുന്നത്. ശ്രീമതി ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്തും ഒരു പരിധിവരെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കോൺഗ്രസിന് സാധിച്ചു. എന്നാൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തതോടുകൂടി മൃദുല ഹിന്ദുത്വ സമീപനം പരസ്യമായി കോൺഗ്രസ് അവരുടെ നയവും പരിപാടിയുമായി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അയോധ്യയിൽ ശിലാന്യാസത്തിന് മതാന്ധതയുടെ ശക്തികൾക്ക് അനുമതി നൽകിക്കൊണ്ടാണ് രാജീവ് ഗാന്ധി മൃദുല ഹിന്ദുത്വ സമീപനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അന്നാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് അതിനെതിരായി ശക്തമായി രംഗത്ത് വന്നത്. സേട്ട് സാഹിബിന്റെ അഭിപ്രായത്തിൽ പിടിച്ചു നിൽക്കാനാകാതെയാണ് 3 മാസത്തേക്കാണെങ്കിൽ പോലും ഐക്യമുന്നണിയുമായുള്ള ബന്ധം മുസ്ലിം ലീഗ് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കേണ്ടി വന്നത്. ശിലാന്യാസത്തിന് അനുമതി നൽകിയതോടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായത്തിന് തുടക്കമിടുകയുണ്ടായി. അതാണ് പിന്നീട് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ചത്. അയോധ്യയിൽ നിലനിന്നിരുന്ന ബാബറി മസ്ജിദ് തച്ചു തകർക്കുമെന്ന് RSSും സംഘപരിവാർ ശക്തികളും പലവട്ടം രാജ്യത്താവർത്തിച്ചിട്ടും ആ ഉദ്യമം തടയാൻ ഒരു പട്ടാളക്കാരനെ പോലും തോക്കുകൊടുത്ത് ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാർ അയോധ്യയിൽ നിയോഗിച്ചില്ല. ഇടത് പാർട്ടികൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു ഉപരോധ സമരം നടത്തിയപ്പോൾ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് പട്ടാളക്കാരെ കൊണ്ടുവന്ന് വളയിപ്പിച്ച് ആ സമരത്തെ നേരിടാൻ കോൺഗ്രസ് തയ്യാറായത് നമുക്കറിയാം. കോൺഗ്രസിന് പട്ടാളത്തെ വിളിക്കാൻ അറിയാത്തതുകൊണ്ടായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ആർജിച്ചെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ, മതാന്ധതയുടെ ശക്തികൾ ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഒരു വലിയ വിളക്കുമാടം തച്ചു തകർക്കുമ്പോൾ ഒരു പട്ടാളക്കാരനെ പോലും അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി കാവൽ നിർത്താതെ വർഗീയ ശക്തികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന നിലപാടിലേക്ക് രാജ്യം ഭരിച്ച കോൺഗ്രസ് മാറിയത്. അത് തുടർന്നാണ് ബോംബെയിൽ വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടായത്. ആ കലാപങ്ങളിൽ നൂറുകണക്കിന് മനുഷ്യർക്ക് ജീവഹാനി സംഭവിച്ചു. അവരിൽ മഹാഭൂരിഭാഗവും മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു. ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ഇന്ത്യയുടെ
പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിനോട് 4 പ്രാവശ്യം ഫോണിൽ വിളിച്ച് അഭ്യർത്ഥിച്ചു ബോംബെയിൽ പട്ടാളത്തെ ഇറക്കാൻ. അദ്ദേഹം അതിന് തയ്യാറാകാതെ വന്ന സാഹചര്യത്തിലാണ് താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത പാർട്ടിയിൽ നിന്ന് സേഠ് സാഹിബ് രാജിവെച്ച് പുറത്തു പോകുന്ന സ്ഥിതി ഉണ്ടായത്. അതിനുശേഷം വീണ്ടും തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ തെറ്റുകൾ കോൺഗ്രസ് ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ വിശിഷ്യ മുസ്ലിങ്ങളുടെ സാമ്പത്തിക സാമൂഹ്യ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് പഠിക്കാൻ നരേന്ദ്രൻ കമ്മീഷനെ, സച്ചാർ കമ്മിറ്റിയെ അന്നത്തെ ഒന്നാം UPA ഗവൺമെന്റ് നിയോഗിച്ചു. കോൺഗ്രസ് പറയുന്നത് അവരുടെ ഗവൺമെന്റ് നിയോഗിച്ചു എന്നാണ്. ശരിയാണ്, കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്ന ഒന്നാം UPA ഗവൺമെന്റാണ് ആ കമ്മിറ്റിയെ നിയോഗിച്ചത്. സത്യത്തിൽ ഒരു ജനതയോട്, ഒരു സമൂഹത്തോട് ഒരു പാർട്ടിക്കുള്ള ആഭിമുഖ്യവും പ്രേമവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആ പാർട്ടി ഏറ്റവും ശക്തമായിരുന്ന ഒരു ഘട്ടത്തിൽ ഒരു ജനതയോട്, ഒരു സമൂഹത്തോട് അവർ സ്വീകരിച്ച സമീപനത്തെ ആസ്പദമാക്കിയാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് രാജ്യം ഭരിച്ച കാലത്ത്, കോൺഗ്രസിന് 3/2 ഭൂരിപക്ഷമുണ്ടായിരുന്ന കാലത്ത്, കോൺഗ്രസ് ചെയ്യുന്നത് ഈ നാട്ടിൽ ഒരാളും ചോദ്യം ചെയ്യാനില്ലാത്ത കാലത്ത് എന്റെ മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഒരു കമ്മിറ്റിയെ, ഒരു കമ്മീഷനെ കോൺഗ്രസ് നിയോഗിച്ചില്ല. ഇടതുപക്ഷ പാർട്ടികൾക്ക് സ്വാധീനമുള്ള, അവരുടെ കയ്യിൽ മൂക്കുകയറുള്ള ഒരു സർക്കാരിന് കോൺഗ്രസ് നേതൃത്വം നൽകിയ കാലത്ത് തന്നെ അവർക്ക് മതന്യൂനപക്ഷങ്ങളുടെ, വിശിഷ്യ മുസ്ലിങ്ങളുടെ സാമ്പത്തിക സാമൂഹ്യ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കേണ്ടി വന്നു എങ്കിൽ കോൺഗ്രസ് ദുർബലമായ ഘട്ടത്തിൽ മാത്രമേ അവർ രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നിട്ടുള്ളൂ എന്ന് വ്യക്തമാക്കുന്നു. ഇപ്പോഴും ആ നിലപാട് കോൺഗ്രസ് തുടരുകയാണ്. ഗുജറാത്തിൽ 100 കണക്കിന് ആളുകൾ അറുകൊല ചെയ്യപ്പെട്ടു. നരേന്ദ്രമോദി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അത്തരമൊരു കലാപത്തിന് കോപ്പുകൂട്ടിയത്. ആ സന്ദർഭത്തിൽ ഗുജറാത്തുകാരൻ കൂടിയായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് അഹമ്മദ് പട്ടേലിനെ ഗുജറാത്ത് കലാപശേഷം നടന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പോലും പ്രസംഗിപ്പിക്കുവാൻ കോൺഗ്രസ് തയ്യാറായില്ല. നരേന്ദ്രമോദി എന്താണോ പറഞ്ഞത് അതിന്റെ 2ാം പതിപ്പ് ഗുജറാത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മതേതരത്വത്തിൽ കോൺഗ്രസ് വെള്ളം ചേർത്തുകൊണ്ട് എന്നൊക്കെ ബിജെപിക്കെതിരായി രംഗത്ത് വന്നിട്ടുണ്ടോ അന്നൊക്കെ ബിജെപിയെ ജയിപ്പിക്കുക എന്നുള്ള നിലപാടിലേക്കാണ് ഇന്ത്യയിലെ ജനങ്ങൾ പോയത്. ഒന്നുകിൽ ആണാവണം, അല്ലെങ്കിൽ പെണ്ണാവണം. ഇത് രണ്ടും കെട്ട നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിനെ നിരാകരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടുള്ളത്. കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം, കോൺഗ്രസ് ദുർബലമായിടത്തേടത്തൊക്കെ ബിജെപിയും RSSഉം ശക്തിപ്പെട്ടു. രാജസ്ഥാൻ കോൺഗ്രസിന്റെ ശക്തി ദുർഗമായിരുന്നു, ഇന്നത് ബിജെപി ഭരിക്കുന്നു. ഗുജറാത്ത് മഹാത്മാഗാന്ധിക്ക് ജന്മം നൽകിയ മണ്ണ് കോൺഗ്രസിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായിരുന്നു. 15-20 വർഷമായി അത് കോൺഗ്രസിന് തുടർച്ചയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബിജെപി ഭരിച്ചിരുന്ന ഡൽഹി കോൺഗ്രസ് തിരിച്ചുപിടിച്ചു. കോൺഗ്രസിന് അവിടെ വീണ്ടും ഭരണനഷ്ടം സംഭവിച്ചിരിക്കുന്നു. കോൺഗ്രസ് ദുർബലമായ തേടത്ത് ബിജെപി വളരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
വർഷം കോൺഗ്രസ് ഭരിച്ച സ്ഥലങ്ങളിൽ കേവലാർത്ഥത്തിലുള്ള ഭരണം നടത്തുക എന്നുള്ളതിനപ്പുറം ഭരിച്ച പ്രദേശത്തുള്ള ജനങ്ങളുടെ മനസ്സിനെ മതേതരവൽക്കരിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നുള്ളത് വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. കോൺഗ്രസ് അവർക്ക് സ്വാധീനവും അധികാരം കിട്ടിയ പ്രദേശങ്ങളിൽ ജനങ്ങളുടെ മനസ്സിനെ മതേതരവൽക്കരിച്ചിരുന്നു എങ്കിൽ കോൺഗ്രസ് തോൽക്കുമ്പോൾ മതേതര പാർട്ടികളാകുമായിരുന്നു അവിടെ സ്വാധീനം തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുമായിരുന്നത്. ഇടതുപക്ഷത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള പശ്ചിമ ബംഗാൾ. നീണ്ട 30 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഭരിച്ചു. എന്ത് നേടി കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ചോദിക്കുന്നവരുണ്ട്. ബംഗാളിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ ദുരിതത്തിന്റെ കാലമായിരുന്നു ആ 30 കൊല്ലം എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഇടതുപക്ഷ പാർട്ടികൾ അവരുടെ ചരിത്രത്തിൽ 30 കൊല്ലം ഭരണം നടത്തിയതിനു ശേഷം ദയനീയമായ പരാജയം ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങി എന്നുള്ളത് സത്യമാണ്, സമ്മതിക്കുന്നു. പക്ഷേ 450 അംഗ ബംഗാൾ നിയമസഭയിലേക്ക് ചെങ്കൊടി താഴ്ന്നു പറന്നപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദയനീയമായി തോൽപ്പിക്കപ്പെട്ടപ്പോഴും താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു ബിജെപിക്കാരനും തെരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നുള്ളത് നമ്മൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ കേവല ഭരണമല്ല നടത്തിയത്. ബംഗാളിലെ ജനങ്ങളുടെ മനസ്സിനെ അവർ മതേതരവൽക്കരിച്ചു. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റപ്പോൾ ബിജെപി 450 അംഗ നിയമസഭയിൽ ഒരു സീറ്റിൽ പോലും ജയിച്ചു കയറാത്ത സാഹചര്യം അവിടെ ഉണ്ടായത്. കേരളത്തിൽ ബിജെപിക്ക് ഇന്നുവരെ നിയമസഭാ പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല എങ്കിൽ അതിന്റെ കാരണക്കാർ കോൺഗ്രസ് അല്ല, അതിന്റെ കാരണക്കാർ മുസ്ലിം ലീഗ് അല്ല, അതിന്റെ കാരണക്കാർ മനസ്സിൽ ജനപക്ഷത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയം പേറുന്ന നെഞ്ചേറ്റുന്ന ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മനുഷ്യരാണ്. ബേപ്പൂരിൽ നിന്നുകൊണ്ട് ഞാൻ അക്കാര്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. മാധവൻകുട്ടി എന്ന് പറയുന്ന സംഘ് അനുകൂലിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസും ലീഗും ശ്രമിച്ചത് ആരെക്കാളും അധികം നിങ്ങൾക്കറിയാം. ആ തെരഞ്ഞെടുപ്പിലാണ് ഈ ബേപ്പൂർ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് നേടിയത്. വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് എന്ന സംഘപരിവാർ അനുകൂലിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി വേഷം കെട്ടിച്ചിറക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ കോൺഗ്രസും ലീഗും ശ്രമിച്ചു. ആ ശ്രമം പാളിപ്പോയത് ഈ നാടിന്റെയും ഈ സംസ്ഥാനത്തിന്റെയും മതേതരമായ പാരമ്പര്യത്തിന്റെ ഉത്കൃഷ്ട മാതൃകകളിൽ ഒന്നാണ്. കാസർകോട്ടെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ബിജെപി ജയിക്കുന്ന ഘട്ടം എന്ന സന്ദർഭത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രവും കാലവും അവരിൽ ഏൽപ്പിച്ച ദൌത്യം നിർവഹിച്ചുകൊണ്ട് ആർഎസ്എസിനെയും ബിജെപിയെയും തോൽപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചു. ഒരുപക്ഷേ നാളെ ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റേക്കാം. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ തോൽക്കുമായിരിക്കും. എന്നാൽ അവിടെ അധികാരത്തിൽ വരുന്നത് ബിജെപി ആവില്ല എന്ന് ഈ നാട്ടിലെ ഓരോ മതേതര വിശ്വാസിക്കും ഉൾപ്പുളകത്തോടെ ഓർത്തഭിമാനിക്കാം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. സത്യത്തിൽ ആർഎസ്എസിനും സംഘപരിവാറിനും വളക്കൂറുള്ള മണ്ണായിരുന്നു പശ്ചിമ ബംഗാൾ. നമ്മുടെ രാജ്യം മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടപ്പോൾ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാൾ പാകിസ്ഥാന്റെ ഭാഗമാക്കി, ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള പടിഞ്ഞാറൻ ബംഗാൾ ഇന്ത്യയുടെ ഭാഗമാക്കി പുനർനിർണയിച്ചു. നൂറുകണക്കിന് ആളുകൾ വിഭജനത്തെ തുടർന്ന് ബംഗാളിൽ അറുകൊല ചെയ്യപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം പഠിച്ച നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന പുലരിയിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുമ്പോ അതിന് സാക്ഷിയാകാൻ മഹാത്മജി
തലസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. ബംഗാളിലെ നവഖാലിയിൽ 24 മണിക്കൂറിനുള്ളിൽ 5000 ആളുകൾ അറുകൊല ചെയ്യപ്പെട്ട പ്രദേശത്ത് മുസ്ലിങ്ങൾ തീറ്റപ്പെട്ട മണ്ണിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കഠാര ഊരിപ്പിടിച്ചു നിൽക്കുന്ന ഹിന്ദു തീവ്രവാദികളോട് ഇൻസ്റ്റെഡ് ഓഫ് കില്ലിംഗ് മൈ മുസ്ലിം ബ്രദേഴ്സ് യു ഷൂട്ട് മീ, എന്റെ മുസ്ലിം സഹോദരന്മാരെ കൊല്ലുന്നതിന് പകരം എന്നെ നിങ്ങൾ വധിക്കൂ എന്ന് പറഞ്ഞ ഗാന്ധിജിയെ നമുക്കറിയാം. അത്രമാത്രം വർഗീയ കാലുഷ്യത്തിന്റെ വിളനിലമായിരുന്നു ബംഗാൾ. ആ ബംഗാളിനെയാണ് 30 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം മതാന്ധതയുടെ ശക്തികൾക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം അവരെ തരിശാക്കി തരിപ്പണമാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തത്. 1971 ബംഗ്ലാദേശ് വിമോചനത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കൽക്കട്ടയിലേക്ക്, ബംഗാളിലേക്ക്, പടിഞ്ഞാറൻ ബംഗാളിലേക്ക്, കമ്മ്യൂണിസ്റ്റുകൾക്ക് വേരോട്ടമുണ്ടായിരുന്ന ബംഗാളിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ അവരെ ആട്ടിയോടിച്ചില്ല. ബംഗാളിലേക്ക് മാത്രമല്ല, ബംഗ്ലാദേശിൽ നിന്ന് ആളുകളുടെ ഒഴുക്കുണ്ടായത് അതിർത്തി സംസ്ഥാനമായിരുന്ന ആസാമിലേക്കും ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി. ആസാമിലെ ഒരു പറ്റം ആളുകൾ ഈ പാവപ്പെട്ട മനുഷ്യരെ ബംഗ്ലാദേശിലേക്ക് ആട്ടിയോടിച്ചു. പോകാൻ തയ്യാറാകാത്തവരെ അറുകൊല ചെയ്തു. ആയിരക്കണക്കിന് മനുഷ്യർ അറുകൊല ചെയ്യപ്പെട്ട ആസാമിലെ നെല്ലിയിലെ കലാപം നമുക്കറിയാം. എന്നാൽ ബംഗ്ലാദേശിന്റെ അതിർത്തി കടന്നുകൊണ്ട് കിഴക്കൻ ബംഗാളിന്റെ, മുസ്ലിം ഭൂരിപക്ഷ ബംഗാളിന്റെ അതിർത്തികൾ കടന്നുകൊണ്ട് ആയിരക്കണക്കിന്, 10,000-കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ ഹിന്ദു ഭൂരിപക്ഷ പടിഞ്ഞാറൻ ബംഗാളിലേക്ക് ഒഴുകി വന്നപ്പോൾ അവരെ ബംഗ്ലാദേശിലേക്ക് തന്നെ ആട്ടിയോടിച്ചില്ല. വേരുകൾ ബംഗാളിൽ ഉണ്ടായിരുന്ന മനുഷ്യരെ കൽക്കട്ടയിൽ ജീവിക്കാൻ അനുവദിച്ചു. മതാന്ധതയുടെ ശക്തികൾ, വർഗീയ കോമരങ്ങൾ ഉറഞ്ഞ തുള്ളി ബംഗ്ലാദേശികളെ ബംഗ്ലാദേശിലേക്ക് തന്നെ ആട്ടിയോടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നഭയാർത്ഥികളായി എത്തിയ മനുഷ്യർക്ക് പ്രതിരോധത്തിന്റെ കവചം തീർത്തു നിന്നത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നുള്ളത് ആർക്കാണ് മറക്കുവാൻ വേണ്ടി സാധിക്കുക? അത്രമാത്രം മതാന്ധതയുടെ ശക്തികൾക്ക് വളർന്ന് പന്തലിക്കുവാൻ സാഹചര്യമുണ്ടായിരുന്ന ഒരു മണ്ണിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇളക്കി മറിച്ചത്. അവിടുത്തെ ജനങ്ങളുടെ മനസ്സിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതേതരവൽക്കരിച്ചത്. ഹിന്ദുത്വ തീവ്രവാദികൾ നഗ്നതാണ്ഡവമാടി രാജ്യവ്യാപകമായി. പക്ഷേ ഒരിടത്തും ബംഗാളിൽ അവർക്ക് ആ നഗ്നതാണ്ഡവമാടാൻ കഴിഞ്ഞില്ല. മുസ്ലിം ഭീകരവാദികളെന്ന് ആക്ഷേപിക്കപ്പെട്ടവർ, മുസ്ലിം ഭീകരവാദികൾ എന്ന് വിളിക്കപ്പെട്ടവർ രാജ്യം മുഴുവൻ വലിയ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി. നമുക്കറിയാം, ബോംബെ ഞെട്ടിത്തരിച്ച് നിന്നിട്ടുണ്ട്. ഈ ഭീകരവാദികളുടെ ആക്രമണത്തിൽ ഡൽഹി വിറങ്ങലിച്ച് നിന്നിട്ടുണ്ട്. ഈ തീവ്രവാദികളെന്ന് ആക്ഷേപിക്കപ്പെട്ടവരുടെ ആക്രമണ പരമ്പരകളിൽ ബാംഗ്ലൂരും അഹമ്മദാബാദും ബാംഗ്ലൂരും ഇന്ത്യയിലെ ഏതാണ്ട് കോൺഗ്രസും ബിജെപിയും ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെ വൻ നഗരങ്ങളും ഭീകരാക്രമണങ്ങൾക്ക് പാത്രമാവുകയുണ്ടായി. അതിർത്തി സംസ്ഥാനമായിരുന്നിട്ട് പോലും പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ബംഗാളിലെ ഒരു നഗരത്തിലും ഒരു ഭീകരാക്രമണവും അരങ്ങേറിയില്ല എന്നുള്ളത് വെറുതെ വായിച്ചു പോകേണ്ടതല്ല. എന്റെ കൽക്കട്ടയിൽ ഒരു ഭീകരാക്രമണവും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ സംഘടിപ്പിച്ചില്ല. ബംഗാളിലെ ഏതെങ്കിലും ഒരു നഗരത്തിൽ എന്റെ അത്തരത്തിലുള്ള ഒരു ബോംബാക്രമണത്തിന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ മുന്നോട്ട് വന്നില്ല. അസീമാനന്ദയെ പോലെയുള്ളവർ, പുരോഹിതനെ പോലെയുള്ളവർ പല പല ബോംബ് സ്ഫോടനങ്ങൾക്കും നേതൃത്വം നൽകിയതിന്റെ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നടത്തുന്നവർക്കറിയാമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ബംഗാളിലെങ്ങാനും ബോംബ് പൊട്ടിച്ചാൽ അതിന്റെ പിന്നിൽ
പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള ശുഷ്കാന്തി ആ ഗവൺമെന്റ് കാണിക്കും. തങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞു പോകും, തങ്ങളുടെ പദ്ധതി എന്നേക്കുമായി ഇല്ലാതായി പോകും എന്ന് ഭയന്നതുകൊണ്ടാണ് ബംഗാളിൽ അത്തരത്തിലുള്ള ഒരാക്രമണവും നടക്കാതെ പോയത് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിവൈഭവമൊന്നും ആവശ്യമില്ല. ഇങ്ങനെ നടന്ന ആക്രമണങ്ങളെ തുടർന്ന് കോൺഗ്രസും ബിജെപിയും ഭരിച്ച സംസ്ഥാനങ്ങളിൽ 1,00,000-ലധികം മുസ്ലിം ചെറുപ്പക്കാരെ പിടികൂടി ജയിലിലടക്കുകയുണ്ടായി. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നു എന്ന് പറയുന്നവരോട് ഞാൻ വിനീതമായൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ 1,00,000-ലധികം വിവിധ ബോംബ് സ്ഫോടനങ്ങൾ പ്രതികളെന്ന മുദ്രകുത്തി ജയിലിലടക്കപ്പെട്ടിട്ടുള്ളവരിൽ ബംഗാളിൽ ജയിലിലടക്കപ്പെട്ട ഒരാളെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനവും ബംഗാളിൽ ഉണ്ടാവാത്തതുകൊണ്ട് ഒരു മുസ്ലിം ചെറുപ്പക്കാരനും അതിന്റെ പേരിൽ അന്യായമായി ബംഗാളിലെ ജയിലുകളിൽ പാർക്കേണ്ടി വന്നിട്ടില്ല. അവർ പാർപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു പാർട്ടി ഒരു ജനതയോട് ഇതിലുമപ്പുറം എന്ത് നീതിയാണ് ചെയ്യേണ്ടത്? ജീവിക്കുവാനുള്ള അവകാശം ഏതൊരു ജനതക്കും വകവച്ച് നൽകുകയും അതിനുള്ള സംരക്ഷണ കവചം തീർക്കുകയും ചെയ്യുക എന്ന പ്രാഥമികമായ ഉത്തരവാദിത്തം ഇടതുപക്ഷങ്ങൾ ബംഗാളിൽ നിർവഹിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശരി എന്നുള്ള